ഒരു ജന്മദിനം, സന്തോഷവും ആഘോഷവും നിറഞ്ഞ ഒരു രാത്രി. എന്നാൽ ആ ആഘോഷം അവസാനിച്ച് മണിക്കൂറുകൾക്കകം വെറും 19 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. ഇതൊരു അപകടമായിരുന്നോ, അതോ ഇന്നും പൂർണ്ണമായി ഉത്തരം ലഭിക്കാത്ത ഒരു ദുരൂഹ മരണമോ? അന്വേഷണത്തിലെ വിവാദങ്ങൾ, കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിർണായക തെളിവുകൾ, വർഷങ്ങളോളം നീണ്ട ചോദ്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ സനം ഹസൻ കേസിൻ്റെ ലഭ്യമായ അന്വേഷണ വിവരങ്ങളും ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളും നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ കാണുന്നത് ക്രൈം ഡീകോഡ് മലയാളം. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് രാജ്യത്ത് നടന്ന അത്യന്തം വിചിത്രമായ ഒരു കേസിനെക്കുറിച്ചാണ്. ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ അപകടമാണോ എന്നുള്ളത് ഇന്നും തർക്കവിഷയമാണ്. ഈ മരണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഇതൊരു രഹസ്യമായ കൊലപാതകമോ എന്നൊക്കെ തോന്നിയാലും നമുക്ക് ഈ കേസിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. മഹാരാഷ്ട്രയിലെ ഒരു നഗരത്തിലാണ് സനം ഹസൻ താമസിച്ചിരുന്നത്. അവൾക്ക് 19 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഫാഷൻ ഡിസൈനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 2ാം വർഷം പഠിക്കുകയായിരുന്നു. പൂനെയിലെ വിമൺ നഗറിലുള്ള സിംബിയോസിസ് യൂണിവേഴ്സിറ്റിയിലാണ് അവൾ പഠിച്ചിരുന്നത്. ഫിറ്റ്നസ്സിൽ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്ന സനം അവളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ നന്നേ ശ്രമിച്ചിരുന്നു. മാതാപിതാക്കളും ഒരു സഹോദരനുമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവർ മുംബൈയിലെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും അവൾ മിടുക്കിയായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ തൻ്റെ ചിലവുകൾക്ക് വേണ്ടി പ്രശസ്ത ബ്രാൻഡായ എൽഡോ എന്ന ഷോറൂമിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. എല്ലാ മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച സനത്തിനെ കുറിച്ചോർത്ത് അവളുടെ മാതാപിതാക്കൾ അവൾ അതിയായ അഭിമാനമുണ്ടായിരുന്നു. പഠനത്തിലും അവൾ മികച്ചവളായിരുന്നു. സാമ്പത്തികമായി വളരെ നല്ല നിലയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എങ്കിൽ കൂടിയും തൻ്റെ പഠനത്തിനു വേണ്ടി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് അവളെ പാർട്ട് ടൈം ജോലിയിലേക്ക് എത്തിച്ചത്. കുടുംബവും സുഹൃത്തുക്കളും പറയുന്നതനുസരിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു യുവതിയായിരുന്നു അവൾ. ഭാവിയെക്കുറിച്ച് നിരവധി സ്വപ്നങ്ങളുണ്ടായിരുന്നു. 2012 ഒക്ടോബർ 2 അന്ന് സനത്തിൻ്റെ ജന്മദിനമായിരുന്നു. ആ ദിവസം സുഹൃത്തുക്കളോടൊപ്പം ജന്മദിനം ആഘോഷിക്കാൻ അവൾ പുറപ്പെട്ടു. ആ രാത്രി അവൾക്ക് ജീവിതത്തിലെ അവസാന ആഘോഷമായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം പാർട്ടി ആരംഭിച്ചു. ജന്മദിന കേക്ക് മുറിച്ചു, ഫോട്ടോകൾ എടുത്തു. സന്തോഷത്തോടെ എല്ലാവരും സമയം ചെലവഴിച്ചു. അന്ന് രാത്രി അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് പിന്നീട് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. മദ്യപാനം നടന്നിരുന്നുവെന്ന വിവരങ്ങളും അന്വേഷണ രേഖകളിൽ പരാമർശിക്കപ്പെട്ടു. പാർട്ടി കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ സ്ഥിതിഗതികൾ മാറി. സനം ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തപ്പെട്ടു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർക്ക് അവളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ദിവസം മുൻപ് ജന്മദിനം ആഘോഷിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അടുത്ത ദിവസം മരണപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്ത കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒരുപോലെ ഞെട്ടിച്ചു. പക്ഷേ യഥാർത്ഥ ചോദ്യങ്ങൾ അപ്പോഴാണ് തുടങ്ങിയത്. എന്തായിരുന്നു മരണകാരണം? അതൊരു സ്വാഭാവിക മരണമായിരുന്നോ, അതോ അപകടമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിരുന്നു അന്വേഷണം. ആദ്യം ഈ കേസ് ഒരു സാധാരണ മരണാന്വേഷണമായി തുടങ്ങിയെങ്കിലും ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അന്വേഷണത്തിലെ നിരവധി പോരായ്മകളും വിവാദങ്ങളും പുറത്തു വന്നുകൊണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കാണാതായ തെളിവുകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, അന്വേഷണത്തിലെ ആശയക്കുഴപ്പങ്ങൾ ഇവയെല്ലാം ചേർന്ന് ഈ കേസ് കൂടുതൽ ദുരൂഹമാക്കി. സനത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്നതോടെ ആദ്യം ഇത് ഒരു അസ്വാഭാവിക മരണമായാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. പാർട്ടിയിൽ പങ്കെടുത്തവരിൽ നിന്ന് മൊഴിയെടുത്തു. ആ രാത്രിയിൽ ആരൊക്കെയുണ്ടായിരുന്നു, എന്താണ് സംഭവിച്ചത്, സനം അവസാനമായി ആരുടെ കൂടെയായിരുന്നു എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സംഘം ശ്രമിച്ചു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്തോറും കേസിനെ ചുറ്റിപ്പറ്റി പുതിയ സംശയങ്ങൾ ഉയരാൻ തുടങ്ങി. ആദ്യമായി സംശയമുയർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചായിരുന്നു. ഒരു മരണത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണ് പോസ്റ്റ്മോർട്ടം. എന്നാൽ ഈ കേസിൽ പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ പലരെയും ഞെട്ടിച്ചു. റിപ്പോർട്ടിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നു. ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ച ചില സാമ്പിളുകൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെന്നുള്ള വിമർശനവും ഉണ്ടായി.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സനം ഹസൻ്റെ ഹൃദയത്തിൽ 70% ബ്ലോക്കേജ് ഉണ്ടായിരുന്നു. അവളുടെ ലിവർ, വയർ, രക്തം എല്ലാത്തിലും മദ്യത്തിൻ്റെ അളവ് കണ്ടെത്തി. അതായത് അവൾ അന്നത്തെ ദിവസം അമിതമായി മദ്യപിച്ചിരുന്നു എന്നാണ്. ഓവർഡോസ് കാരണം ഹൃദയാഘാതം വന്ന് അവൾ മരിച്ചു. പോരാത്തതിന് ശരീരത്തിൽ നിന്നും ബീജത്തിൻ്റെ അംശവും കണ്ടെത്തി. ഇതൊരു ലൈംഗിക ബന്ധത്തിൻ്റെ സൂചനയാണ് നൽകിയത്. എന്നാൽ ഒരു ബലാത്സംഗമാണോ മദ്യത്തിൻ്റെ ഓവർഡോസ് മൂലമാണോ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് അവളുടെ മാതാപിതാക്കൾ വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. എല്ലാ ദിവസവും ജിമ്മിൽ പോവുകയും ഫിറ്റ്നസ്സും ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കുകയും ഒരിക്കലും മദ്യപാനം നടത്താത്തതുമായ ഒരു പെൺകുട്ടി തങ്ങളുടെ മകൾ ഒരിക്കലും മദ്യപിച്ചവർ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അമിതമായി മദ്യപിച്ച് ഹൃദയാഘാതം വന്ന് മരിക്കുക? എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു വിചിത്രമായ കാര്യവും രേഖപ്പെടുത്തിയിരുന്നു. സനം ഹസൻ്റെ ശരീരത്തിലുള്ളത് ഒരു ആൺകുട്ടിയുടെ ഹൃദയമായിരുന്നു. വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. എങ്ങനെ അത് സാധ്യമാകും? തീർച്ചയായും തൻ്റെ മകൾക്ക് എന്തോ സംഭവിച്ചു എന്ന് അവർ വിശ്വസിച്ചു. അവർ കൂടുതൽ ഭീതിയിലായി. തൻ്റെ മകൾക്ക് എന്തോ ഗുരുതരമായ അന്യായം സംഭവിച്ചിട്ടുണ്ട്. അവളുടെ മരണത്തിൽ ഒരു വലിയ ഗൂഢാലോചന ഒളിഞ്ഞിരിക്കുന്നു എന്ന് അവർക്കൊരു സംശയമുണ്ടായി. പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയല്ലാതിരുന്ന മാതാപിതാക്കൾ അന്വേഷണം CIDയിലേക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. CID അന്വേഷണം ആരംഭിച്ചു. ഒക്ടോബർ മാസം 2-ാം തീയതി രാത്രിയിൽ നടന്ന എല്ലാം കണ്ടെത്താനായി ആ പാർട്ടിയിലുണ്ടായിരുന്ന ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. CIDയുടെ റിപ്പോർട്ട് പ്രകാരം ആ ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിച്ചത് മനീഷ് വിജയ് എന്ന വ്യക്തിയായിരുന്നു. പാർട്ടിയിലെ എല്ലാ ക്രമീകരണങ്ങളും അയാളുടെ നിയന്ത്രണത്തിലായിരുന്നു. വിവിധ തരത്തിലുള്ള മദ്യം, പാനീയങ്ങൾ എല്ലാം അവിടെയുണ്ടായിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ മനസ്സിലായത് പാർട്ടിക്കിടയിൽ മനീഷ് സനത്തെ ബലമായി മദ്യം കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ്. മദ്യം കഴിച്ച് അവശനിലയിലായി സനത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ മരുന്നുകൾ നൽകാനോ അവർ തയ്യാറായില്ല. പകരം അവളെ വിശ്രമിക്കാനായി ഒരു മുറിയിലേക്ക് പറഞ്ഞയച്ചു. തൊട്ടടുത്ത ദിവസം രാവിലെ സനം ഉണരാതായപ്പോൾ മനീഷും സുഹൃത്തുക്കളും അവളെ ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് സനം മരിച്ചു എന്നവർ മനസ്സിലാക്കിയത്. പാർട്ടി നടത്തിയ മനീഷിനെ CID അറസ്റ്റ് ചെയ്തു. സനം ഹസൻ്റെ ശവസംസ്കാരം ഇതിനോടകം കഴിഞ്ഞിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില സംശയങ്ങൾ കേട്ട ശേഷം അവളുടെ മാതാപിതാക്കൾ വീണ്ടും ചോദ്യം ചെയ്യലുകൾ ഉയർത്തി. വെവ്വേറെ റിപ്പോർട്ടുകൾ ആശുപത്രി അധികാരികൾ തയ്യാറാക്കി. ഓരോ അവയവങ്ങളും വിശദമായി പരിശോധിച്ചു. എല്ലാ അവയവങ്ങളും മാതാപിതാക്കളുടെ ജനിതക ഘടനയുമായി പൊരുത്തപ്പെടുന്നു എന്നും നോക്കി. എല്ലാം പൊരുത്തപ്പെട്ടു. പക്ഷേ ഹൃദയം ഒഴിച്ച് ബാക്കി എല്ലാ അവയവങ്ങളും ജനിതക ഘടന മാതാപിതാക്കളുടേതിന് തുല്യമായിരുന്നു. അങ്ങനെയാണ് സനം ഹസൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഹൃദയം ഒരു ആൺകുട്ടിയുടേതാണെന്ന് റിപ്പോർട്ടുകൾ വന്നത്. ഈ വിവരം കേസന്വേഷിച്ച ഉദ്യോഗസ്ഥരെയും കുടുംബത്തെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തി. ഒരു പ്രധാന തെളിവ് എങ്ങനെ നഷ്ടപ്പെട്ടു? അത് അബദ്ധമായിരുന്നോ അല്ലെങ്കിൽ നടപടിക്രമത്തിലെ ഗുരുതര വീഴ്ചയായിരുന്നോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചില്ല. ഇതിനിടെ സനത്തിൻ്റെ കുടുംബം അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ചു. മരണത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മാധ്യമങ്ങളും ഈ കേസ് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിലും വിവിധ അഭിപ്രായങ്ങൾ പ്രചരിച്ചു. ചിലർ ഇത് അപകടമാണെന്ന് പറഞ്ഞു. മറ്റു ചിലർ കൂടുതൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയിലോ അഭ്യൂഹങ്ങളിലോ പ്രചരിച്ചിരുന്ന പല വിവരങ്ങൾക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച തെളിവുകൾക്കായിരുന്നു പ്രാധാന്യം. അങ്ങനെ CIDയുടെ അന്വേഷണത്തിലും കേസിലെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചില്ല. അതിനാൽ തന്നെ പിന്നീട് കേസ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയായ CBIയുടെ പരിഗണനയിലേക്ക് എത്തി. അവിടെ നിന്നാണ് ഈ കേസിൻ്റെ ഏറ്റവും നിർണായകമായ അധ്യായം ആരംഭിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയായ CBIയുടെ മുന്നിലുണ്ടായിരുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. സംഭവം നടന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു. ചില നിർണായക തെളിവുകൾ ഇതിനകം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അന്വേഷണത്തെ കൂടുതൽ സങ്കീർണമാക്കി. എന്നിരുന്നാലും ലഭ്യമായ എല്ലാ രേഖകളും, ഫോറൻസിക് റിപ്പോർട്ടുകളും സാക്ഷിമൊഴികളും CBI വീണ്ടും പരിശോധിച്ചു. പാർട്ടിയിൽ പങ്കെടുത്തവരെ വീണ്ടും ചോദ്യം ചെയ്തു. മെഡിക്കൽ രേഖകൾ വിശദമായി പരിശോധിച്ചു. അന്വേഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു:
സനം ഹസൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? ലഭ്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CBI ഒരു നിഗമനത്തിലെത്തി. സനത്തിൻ്റെ ശരീരത്തിൽ ഗുരുതരമായ മുറിവുകളോ ആക്രമണത്തിൻ്റെ വ്യക്തമായ തെളിവുകളോ കണ്ടെത്താനായില്ലെന്ന് അന്വേഷണത്തിൽ വിലയിരുത്തി. അതുപോലെ തന്നെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം നടന്നതായി ഉറപ്പിക്കാൻ മതിയായ തെളിവുകളും ലഭിച്ചില്ല. പോസ്റ്റ്മോർട്ടത്തിനിടെ കാണാതായ ഹൃദയം പോലുള്ള ഗുരുതര വീഴ്ചകൾ കാരണം യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്ന വിമർശനവും ഉയർന്നു വന്നു. ചില നിയമവിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഈ കേസിൽ തെളിവുകൾ കൈകാര്യം ചെയ്ത രീതിയെ ചോദ്യം ചെയ്തു. അതിനാൽ ഈ കേസ് ഒരു മരണാന്വേഷണം മാത്രമല്ല, അന്വേഷണ നടപടിക്രമങ്ങളിലെ വീഴ്ചകളെക്കുറിച്ചുള്ള ഒരു ചർച്ചയായി മാറുകയും ചെയ്തു. ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഹൃദയം എങ്ങനെ ഒരു ആൺകുട്ടിയുടേതാകും? അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ആർക്കുമായില്ല. കേസ് CBI പരിശോധിക്കാൻ തുടങ്ങിയതിന് ശേഷം അന്ന് രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും വിശദമായി തന്നെ അവരോട് ചോദിച്ചു മനസ്സിലാക്കി. 2018 ഒക്ടോബർ മാസം 3-ന് സനത്തിൻ്റെ മൃതദേഹത്തിന് പുറമെ മറ്റു 4 മൃതദേഹങ്ങൾ കൂടി മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. അതായത് അന്നത്തെ ദിവസം മൊത്തം പോസ്റ്റ്മോർട്ടത്തിനായി 5 ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. 4 സ്ത്രീകളുടേതായിരുന്നു, 1 മാത്രമായിരുന്നു പുരുഷൻ്റേത്. ഈ ഒരു കണ്ടെത്തൽ പുതിയ സംശയത്തിന് അവിടെ കാരണമായി. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വേണ്ടി ചില സുപ്രധാന അവയവങ്ങൾ നീക്കം ചെയ്യും. അതിനുവേണ്ടി അവ പുറത്തേക്കെടുക്കും. പരിശോധനകൾ അവസാനിച്ച ശേഷം ഈ അവയവങ്ങൾ വീണ്ടും അതുപോലെ തന്നെ ശരീരത്തിൽ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഒരുപക്ഷെ ഈ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമോ? സനത്തിൻ്റെ ഹൃദയവും മോർച്ചറിയിൽ എത്തിയ മറ്റൊരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്നുമെടുത്ത ഹൃദയവും നീക്കം ചെയ്തത് ഒരുപക്ഷെ പരിശോധിച്ചിട്ടുണ്ടാകാം. ആശയക്കുഴപ്പത്തിൽ പരസ്പരം മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടാകാം. സനത്തിൻ്റെ മൃതദേഹം വീണ്ടും പരിശോധിക്കാൻ CBI തീരുമാനിച്ചു. സെമിത്തേരിയിൽ നിന്നും പുറത്തേക്കെടുക്കാനായി മുംബൈയിലെ ബേഴ്സോവ ഖബർസ്ഥാനത്തെത്തി. അവിടെ നിന്നും സനത്തിൻ്റെ മൃതദേഹം പുറത്തേക്കെടുക്കാനായി അവർ അപേക്ഷിച്ചു. പക്ഷേ ഖബർസ്ഥാന സമിതിക്ക് അതിനുള്ള ഒരു അനുമതി നൽകാൻ ആയില്ല. അവർ പറഞ്ഞ കാരണം ഇത് ആളുകളുടെ മതഭാവനകളെ വേദനിപ്പിക്കും എന്നാണ്. ആളുകളുടെ വികാരത്തെ വ്രണപ്പെടുത്തുമെന്നും പറഞ്ഞ് കമ്മിറ്റി ഇത് വിസമ്മതിച്ചു. സനം മരിച്ച് 4 വർഷമായി. ഇത്ര വർഷം കഴിഞ്ഞ് പ്രത്യേകിച്ചൊരു പെൺകുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുക എന്നുള്ളത് സമിതി പൂർണ്ണമായും നിരസിച്ചു. തൻ്റെ മകൾക്ക് നീതി ലഭിക്കണം, അതിനുവേണ്ടി നിങ്ങളൊരവസരം നൽകുക എന്ന് സനം ഹസൻ്റെ പിതാവ് അവരോട് അപേക്ഷിച്ചു. എന്നാൽ സമിതി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്നു. മറ്റു മാർഗമില്ലാത്ത CBI കോടതിയിൽ നിന്ന് ഒരു അനുമതി നേടി. അങ്ങനെ 2016 ഓഗസ്റ്റ് മാസത്തിൽ ഉയർന്ന സുരക്ഷയ്ക്കിടയിൽ സനം ഹസൻ്റെ ചില റിമൈൻസ് ശവക്കുഴിയിൽ നിന്നും ശേഖരിച്ചു. മാതാപിതാക്കളുടെ രക്തസാമ്പിൾസും സനം ഹസൻ്റെ സാമ്പിൾസും എല്ലാം ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്ക് വീണ്ടും അയച്ചു. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. പരിശോധനയിൽ കണ്ടെത്തിയത് സനത്തിൻ്റെ ഹൃദയം ഒരു സ്ത്രീയുടേത് തന്നെയാണ്. പക്ഷേ ആ സ്ത്രീയുടെ പ്രായം 50 മുതൽ 60 വയസ്സ് വരെ എന്നാണ് വിലയിരുത്തുന്നത്. ഇവിടെ സനത്തിന് വെറും 19 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 19കാരിയുടെ ശരീരത്തിൽ ഒരു 60കാരിയുടെ ഹൃദയം എങ്ങനെ എത്തി? ഇത് വീണ്ടും കേസിനെ കുരുക്കിലാക്കി. ഒരുപക്ഷെ ഇത് സനത്തിൻ്റെ റിമൈൻസ് അല്ലെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവളുടെ മാതാപിതാക്കളുടെ DNA പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ വീണ്ടും DNA പരിശോധന നടത്തി. ശവക്കുഴിയിൽ നിന്നും കണ്ടെത്തിയ എല്ലാറ്റിൻ്റെയും DNA അവളുടെ മാതാപിതാക്കളുടെ DNA പൊരുത്തപ്പെട്ടു. പക്ഷേ സനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ടിഷ്യൂസ്, ആ സാമ്പിൾസ് അത് അവളുടെ മാതാപിതാക്കളുടേതുമായി പൊരുത്തപ്പെട്ടിരുന്നില്ല. CBIക്ക് അപ്പോഴും വലിയ ആശയക്കുഴപ്പം. ഇനി എങ്ങനെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്കറിയില്ല. സാധാരണ ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഹൃദയം പുറത്തെടുത്ത് ഒരു മേശപ്പുറത്ത് വെച്ചാൽ പിന്നെ അത് സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ പിന്നെ മരിച്ചയാളുടെ ഹൃദയം പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഒരു ഡോക്ടർക്കും എഴുതാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ മാത്രം ഹൃദയം ഒരു പുരുഷൻ്റേതാണ് എന്ന് എഴുതിയത് എന്തുകൊണ്ടാണ്? ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം 3 തവണ പരിശോധന നടത്തി അതിൽ ഒരിക്കൽ അത് പുരുഷൻ്റേതാണെന്നും മറ്റൊരിക്കൽ അത് സ്ത്രീയുടേതാണെന്നും പിന്നീട് അത് അവ്യക്തമാണെന്നുമാണ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നത്. ഇതിലൂടെ ഉറപ്പായ ഒരു കാര്യം സനം ഹസൻ്റെ യഥാർത്ഥ ഹൃദയം കാണാനില്ല എന്നതാണ്. അതുമാത്രമല്ല, പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് സനത്തിൻ്റെ ശരീരത്തിൽ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട മുറിവുകളോ പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥയാണോ ഇതിന് പിന്നിൽ എന്നുള്ള സംശയങ്ങളും
പിന്നീട് ഉയർന്നു വന്നു. കൂടുതൽ തെളിവുകളൊന്നും ലഭിക്കാതെ CBI അന്വേഷണം പൂർത്തിയാക്കി. കോടതികളിലും കേസ് ചർച്ചയായി. എന്നാൽ ഇന്നും ഈ കേസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും മനസ്സിലുയരുന്നൊരു ചോദ്യമുണ്ട്. അന്ന് രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ചോദ്യത്തിന് ഇന്നും പൂർണ്ണമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. കാരണം അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സംഭവിച്ച നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ കേസിനെ കൂടുതൽ സങ്കീർണമാക്കി. ഫോറൻസിക് പരിശോധനയിൽ സൂക്ഷിക്കേണ്ട ചില തെളിവുകൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്ന ആരോപണങ്ങളും ഉയർന്നു. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അത് അന്വേഷണത്തിൻ്റെ വിശ്വസ്തതയെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഒരു കേസിൽ ആദ്യ മണിക്കൂറുകളും ആദ്യ ദിവസങ്ങളും എത്രത്തോളം നിർണായകമാണെന്ന് ഈ സംഭവം വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. തെളിവുകൾ കൃത്യമായി സംരക്ഷിക്കപ്പെടുകയും ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ അന്വേഷണത്തിന് ശക്തമായ അടിത്തറ ലഭിക്കൂ. സനം ഹാസൻ കേസും ഇത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതേസമയം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കേസിൽ പല അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ അവയിൽ പലതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ അന്വേഷണ ഏജൻസികളും കോടതിയും രേഖപ്പെടുത്തിയ വിവരങ്ങളാണ് ഏറ്റവും വിശ്വസനീയമായ അടിസ്ഥാനം. CBIയുടെ അന്വേഷണത്തിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം തെളിയിക്കാൻ മതിയായ തെളിവുകൾ ലഭിച്ചില്ല എന്ന നിഗമനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആരെയും കുറ്റക്കാരനായി അവതരിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഒരു ജന്മദിനത്തിന് പിന്നാലെ സംഭവിച്ച അപ്രതീക്ഷിത മരണം, തുടർന്ന് വർഷങ്ങളോളം നീണ്ട അന്വേഷണം, നഷ്ടപ്പെട്ടെന്ന് പറയപ്പെടുന്ന നിർണായക തെളിവുകൾ, ഇവയെല്ലാം ചേർന്നാണ് സനം ഹസൻ കേസ് ഇന്നും ആളുകൾ ഓർക്കുന്ന ഒരു ദുരൂഹ കേസായി മാറിയത്. ഒരുപക്ഷെ അന്ന് എല്ലാ തെളിവുകളും കൃത്യമായി സംരക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കേസിന് കൂടുതൽ വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചേനെ. എന്നാൽ ഈ കേസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. ഒരു അന്വേഷണത്തിൽ സത്യം കണ്ടെത്തണമെങ്കിൽ ഓരോ തെളിവിനും അതിൻ്റെ യഥാർത്ഥ വില നൽകണം. അതാണ് നീതിയിലേക്കുള്ള ആദ്യ ചുവട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പങ്കുവയ്ക്കൂ. ഇത്തരം യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്രൈം സ്റ്റോറികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ക്രൈം ഡീകോഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു ശ്രദ്ധേയമായ കേസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.